വെൽക്കം ബാക്ക് ടു ലിറ്റ് ലൈറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് താങ്ക് യു മാം എന്ന 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ഒരു പാഠമാണ്. ദ സ്റ്റോറി ബിഗിൻസ് ലൈറ്റ് അറ്റ് നൈറ്റ് ഓൺ എ സിറ്റി സ്ട്രീറ്റ്. എ ടീനേജ് ബോയ് നെയിം റോജർ സീസ് എ വെൽ ഡ്രസ്ഡ് ലാർജ് വുമൺ വാക്കിംഗ് എലോൺ. ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലേറ്റ് നൈറ്റിലാണ്. ആ സമയത്ത് ഒരു ടീനേജ് ബോയ് ആയിട്ടുള്ള റോജർ ഒരു നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു ലാർജ് വുമണെ കാണുന്നുണ്ട്. അവരൊറ്റയ്ക്ക് ആ സ്ട്രീറ്റിലൂടെ നടന്നു പോയിരുന്നു. He decided to steal her purse because he wanted money to buy a pair of blue suede shoes. When he tries to snatch the purse, he fails because it is very heavy. He loses his balance and falls on the ground. റോജർ ആ ലേഡിയെ നന്നായി വാച്ച് ചെയ്യുന്നുണ്ട്. ഒരു ചാൻസ് കിട്ടിയ സമയത്ത് അവൻ ഓടി വന്ന് ഇവരുടെ പേഴ്സ് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്നു. പക്ഷേ ബാലൻസ് നഷ്ടമായിട്ട് അവൻ അവിടെ വീണു പോകുന്നുണ്ട്. The woman, Mrs. Luella Bates Washington Jones, immediately catches him. Instead of screaming or calling for help, she firmly holds him and demands that he pick up her purse. ആ ലേഡിയുടെ പേരാണ് മിസസ് ലുവല്ല ബേറ്റ്സ് വാഷിങ്ടൺ ജോൺസ്. അവർ പെട്ടെന്ന് തന്നെ അവനെ പിടിക്കുന്നു. ഒച്ച വെക്കുന്നതിനോ അല്ലെങ്കിൽ ഹെൽപ്പിന് വേണ്ടി ആരെങ്കിലും വിളിക്കുന്നതിനോ പകരം അവർ ചെയ്തതെന്താ? അവനെ മുറുക്കി പിടിക്കുകയും അവനോട് ആ പേഴ്സ് തിരിച്ച് വാങ്ങുകയും ചെയ്യുന്നു. She notices that he looks poor and unclean. When she asks him why he tried to steal, he is embarrassed and does not answer properly. ഈ സമയം ആ ലേഡി അവനെ നോക്കുന്നു. അൺക്ലീൻ ആയിട്ടാണ് അവൻ കാണപ്പെടുന്നത്. അതിനാൽ തന്നെ അവനോട് ചോദിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അവൻ സ്റ്റീൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് പറയുന്ന സമയത്ത് അവനാകെ നാണക്കേട് തോന്നുന്നുണ്ട്. അവന് കറക്റ്റ് ഒരു മറുപടി കൊടുക്കുന്നില്ല. റോജർ എക്സ്പെക്ട്സ് ഹർ ടു ടേക്ക് ഹിം ടു ദ പോലീസ്. ഹവർ മിസസ് ജോൺസ് ഡസ് സംതിങ് അൺഎക്സ്പെക്റ്റഡ്. റോജർ വിചാരിച്ചത് മിസസ് ജോൺസ് അവനെ പോലീസിൽ ഏൽപ്പിക്കുന്നതാണ്. പക്ഷേ പ്രതീക്ഷിക്കാത്ത കുറച്ച് സംഭവങ്ങളാണ് നടന്നത്. He tells him to come to her house. She sees that since he tried to steal from her, she will take him home and clean him up. Roger is afraid but follows her. പേഴ്സ് വാങ്ങിയതിന് ശേഷം അവനെ പോലീസിനെ ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ നാട്ടുകാരെ ഏൽപ്പിക്കാനോ ഒന്നുമല്ല അവർ ശ്രമിച്ചത്. അവർ നേരെ അവനെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വീട്ടിലെത്തിയതിന് ശേഷം അവനെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാമെന്നും പറയുന്നുണ്ട്. റോജറിന് പേടിയായി. എന്തുകൊണ്ടാണ് അവർ കൂടെ കൂട്ടുന്നതെന്നൊന്നും അറിയില്ല. അങ്ങനെ അവർ വീട്ടിലേക്ക് അവനെ കൊണ്ട് പോകുന്നുണ്ട്. At her house, Mrs. Jones leaves the door open and tells Roger to wash his face. She does not lock the door or watch it closely. This shows that she trusts him. Roger thinks about running away but decides not to do. Her trust and firmness make him feel ashamed of his actions. അങ്ങനെ അവർ വീട്ടിലെത്തിയതിന് ശേഷം മിസ്സസ് ജോൺ അവനോട് മുഖം വാഷ് ചെയ്യാനും ഒന്ന് ക്ലീൻ ആവാനും ഒക്കെ പറയുന്നുണ്ട്. അവനെന്താ ചെയ്യുന്നതെന്നോ അവനെന്തോ എടുക്കുന്നുണ്ടോയെന്നോ ഒരു കാര്യം അവൾ നോട്ടീസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഡോർ ക്ലോസ് ചെയ്യാനോ ഡോർ ലോക്ക് ചെയ്യാനോ ഒന്നും ശ്രമിക്കുന്നില്ല. അവൾ അവനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അതിനുള്ള അർത്ഥം. അത് അവന് മനസ്സിലായും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൻ ചെയ്ത ആ പ്രവൃത്തിയിൽ അവന് നല്ല നാണക്കേട് തോന്നി. While preparing food, Mrs. Jones talked to Roger kindly. He finally admitted that he wanted money for blue suede shoes. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തായാലും കഴിക്കുന്ന സമയത്തായാലും മിസ്സസ് ജോൺസ് നല്ല നീറ്റായിട്ട് നല്ല കൈൻഡായിട്ട് തന്നെയാണ് റോജറിനോട് സംസാരിക്കുന്നത്. ഒരിക്കലും കുറ്റപ്പെടുത്തുകയോ കാര്യങ്ങളൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവൻ ഫൈനലി പറയുന്നുണ്ട് അവനൊരു പെയർ ഓഫ് ഷൂസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് മോഷ്ടിച്ചത്. മിസ്സസ് ജോൺസ് ടെൽ ഹിം ദാറ്റ് വെൻ ഷി വാസ് യങ് ഷി ഓൾസോ വാണ്ടഡ് തിങ്സ് ഷി കുഡ് നോട്ട് അഫോർഡ് ആൻഡ് സംടൈംസ് മെയ്ഡ് മിസ്റ്റേക്ക്. മിസ്സസ് ജോൺ അവനോട് പറയുന്നുണ്ട് അവർ കുട്ടിയായിരുന്ന സമയത്ത് അവർക്കും ഒരുപാട് കാര്യങ്ങൾ വേണ്ടിയിരുന്നു. അത് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്കും വേണ്ടിയിട്ടുണ്ടായിരുന്നു. സോ അവരും മിസ്റ്റേക്കൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അവനോട് ഓപ്പണായിട്ട് സമ്മതിക്കുന്നു. ഷീ എക്സ്പ്ലെയിൻ ദാറ്റ് സ്റ്റീലിംഗ് ഇസ് നോട്ട് ദ റൈറ്റ് വേ ടു ഗെറ്റ് വാട്ട് വൺ വാണ്ട്സ്. പിന്നെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് മോഷ്ടിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല. എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട് എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ഒരാളുടെ കാര്യം മോഷ്ടിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. She gives Roger a meal and treats him with respect. At the end of their conversation, Mrs. Jones gave him $10 to buy the shoes. She advised him not to steal again and to behave properly. അങ്ങനെ അവർ നന്നായി ഭക്ഷണം കഴിക്കുകയും അവൻ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതും റെസ്പെക്റ്റോട് കൂടി തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭക്ഷണ ശേഷം മിസ്സസ് ജോൺ അവന് ഡോളേഴ്സ് കൊടുക്കുന്നുണ്ട്. ഒരു $10 കൊടുക്കുന്നുണ്ട് ഷൂസ് വാങ്ങാൻ വേണ്ടിയിട്ട്. ശേഷം അവനെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഒരിക്കലും സ്റ്റീൽ ചെയ്യരുത്, അതുപോലെ തന്നെ നല്ല പ്രോപ്പറായിട്ട് ബിഹേവ് ചെയ്യണം എന്ന കാര്യം. റോജർ ഈസ് ഡീപ്ലി മൂവ്ഡ് ബൈ ഹർ കൈൻഡ്നെസ്. ഹി വാണ്ട് ടു സേ സംതിങ് മോർ. He can only say thank you ma'am before she closes the door.
അവനൊരു ഷൂ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റീൽ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു $10 മിസ്സസ് ജോൺ അവന് കൊടുക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ അവനാകെ ഷോക്കാണ്. എന്തിനു കൊടുത്തു, അതിനെങ്ങനെ താങ്ക്സ് പറയണം, ബാക്കി എന്തൊക്കെയോ കാര്യങ്ങൾ അവനക്ക് പറയാനുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അവന് ആകെ ഒരു ഇമോഷണൽ ഷോക്കിലായി പോയിട്ടുണ്ട്. റോജർ നെവർ സീസ് ഹർ അഗെയിൻ, ബട്ട് ദ ലെസൺ ഹി ലേൺസ് ദാറ്റ് നൈറ്റ് സ്റ്റേസ് വിത്ത് ഹിം ഫോർ എവർ. പിന്നീട് ഒരിക്കലും ആ സ്ത്രീയെ അവൻ കണ്ടിട്ടില്ല, പക്ഷെ അന്ന് രാത്രി അവൻ പഠിച്ചിട്ടുള്ള ആ പാഠം പിന്നെ അവൻ്റെ ലൈഫ് ലോങ് ആയിട്ട് അവൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവരത് നന്നായിട്ട് നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു. അവർ സ്ക്രീം ചെയ്യുകയോ അല്ലെങ്കിൽ ആളുകളെ വിളിച്ചു കൂട്ടി പോലീസിനെ ഏൽപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവനെ ആ ലെസൺ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അവന് നന്നായി നൈസായി ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവൻ ഈ ലെസൺ കറക്റ്റായി മനസ്സിലായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഷോർട്ട് വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.